ഹലോ എവരിവൺ, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫിഫ വേൾഡ് കപ്പ് റിലേറ്റ് ചെയ്തിട്ട് അഡ്വർടൈസിംഗ് റിലേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ടായി. അപ്പം നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഈ ഫിഫ വേൾഡ് കപ്പ് റൈറ്റ്സ്, മീഡിയ റൈറ്റ്സ് എടുത്തേക്കുന്നത്, സ്ട്രീമിംഗ് റൈറ്റ്സ് എടുത്തേക്കുന്നത് UAE ബീൻ എന്ന് പറയുന്ന സ്പോർട്സ് ചാനലാണ്. അപ്പം അവർക്ക് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക അങ്ങോട്ടൊക്കെ ഇവർക്ക് ഈ പറയുന്ന സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറ്റലൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിന് വരുന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഇതിന് അവര് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 930 crore rupees ആണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അറൌണ്ട് 25 കൺട്രീസ് ആണ് ഇവര് പിന്നെ കാണിക്കുന്നത്, സ്ട്രീമിംഗ് കാണിക്കുന്നത് 25 കൺട്രീസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന C5 എന്ന് പറയുന്ന ചാനലാണ് ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത്. അവര് 8 വർഷത്തേക്കാണ്, ഇവര് ഈ പറയുന്ന 4 വർഷത്തേക്കാണ്, 2030 വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുവരെയായിട്ട് ഇവർക്ക് ഈ പറയുന്ന ലോകത്ത് എല്ലാ സ്ട്രീമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇത് മാത്രമല്ല, C5 ഇതിന്റെ റൈറ്റ്സ് എടുത്തിട്ടുള്ളത് ഏറ്റവും അവസാനമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ബാർഗൻ ചെയ്തിട്ട് ഇത്രയൊരു എമൗണ്ടിന്, നല്ലൊരു എമൗണ്ടിന് കിട്ടിയത് ഈ പറയുന്ന സ്ട്രീമിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇതിന്റെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അതിന്റെ ഇതിലെല്ലാം നിങ്ങൾക്ക് അഡ്വർടൈസിങ് ഇടാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ പിന്നെ ബിസിനസ് അഡ്വർടൈസിങ് ഇടാവുന്നതാണ്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. അതിലൂടെയാണ് ഇവർക്കൊക്കെ ഈ സ്ട്രീമിംഗ് ചെയ്യുന്നവർക്ക് നല്ലൊരു എമൗണ്ട് റവന്യൂ കിട്ടുന്നത്. അതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയുന്നതാണ്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ.